ഒരു കുഞ്ഞു കാര്യം പറയട്ടെ, നിങ്ങളിത് മുഴുവനായി കേൾക്കുമല്ലോ. നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണല്ലോ. എല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ്. ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ നമുക്ക് നമ്മുടെ സമൂഹത്തിലുള്ള അല്പമെങ്കിലും അറിവുകൾ നമുക്ക് ലഭിക്കാറുണ്ടല്ലോ. അല്പമെങ്കിലും അറിവുകൾ നമുക്ക് ലഭിക്കാറുണ്ടല്ലോ. എല്ലാ അറിവുകളും നമുക്ക് ലഭിക്കണമെന്നില്ല. അല്പമെങ്കിലും അറിവുകൾ നമുക്ക് ലഭിക്കാറുണ്ട്. പക്ഷേ എൻ്റെ ഹൃദയത്തിൽ തറയ്ക്കുന്ന, ഞാനും കേൾക്കാറുണ്ട് മാധ്യമങ്ങളും ന്യൂസൊക്കെ ഞാനും കേൾക്കാറുണ്ട്. പക്ഷെ ഞാൻ ചില ന്യൂസുകൾ കാണുമ്പോൾ, ചിലത് നമ്മൾ ശ്രദ്ധയിൽപ്പെടുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിലൊരു വിങ്ങലാണ്. ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ, ചില കാര്യങ്ങൾ അറിയുമ്പോൾ, ചിലത് കാണുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിലൊരു വിങ്ങല്. എത്ര ന്യൂസുകൾ എന്നറിയോ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥി ഗർഭിണിയായി. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥി ഗർഭിണിയായി. +1 പഠിക്കുന്ന വിദ്യാർത്ഥി ഗർഭിണിയായി. +2 പഠിക്കുന്ന വിദ്യാർത്ഥി ഗർഭിണിയായി. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. നമ്മുടെ ഒരു സഹോദരിയാണ് എന്ന് ചിന്തിച്ച് നോക്കൂ. 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു സഹോദരിക്ക് എത്രത്തോളം അവൾക്ക് എന്താ പറയുക മെച്യൂരിറ്റി ഉണ്ടായിരിക്കും? +1 പഠിക്കുന്നൊരു കുട്ടിക്ക് എത്രത്തോളം മെച്യൂരിറ്റി ഉണ്ടായിരിക്കും? +2 പഠിക്കുന്നൊരു കുട്ടിക്ക് എത്രത്തോളം മെച്യൂരിറ്റി ഉണ്ടായിരിക്കും? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. ഇത്രയും ചെറുപ്പത്തിൽ ഒരു പെൺകുട്ടി ഒരു കുഞ്ഞിന് ജന്മം നൽകുകയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. മനസ്സിൻ്റെ ഉള്ളിലേക്ക് വല്ലാത്ത അത്തരം ന്യൂസുകൾ കാണുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിലേക്ക് വല്ലാത്തൊരു വിങ്ങലാണ് കടന്നു പോകുന്നത്. പല ന്യൂസുകളും കാണുമ്പോൾ കേൾക്കുമ്പോഴും അത് 1-2 ദിവസം കൊണ്ട് അങ്ങോട്ട് നമ്മൾ മറന്നു പോകാറുണ്ട്. പക്ഷെ ഇത്തരം ന്യൂസുകൾ മറക്കാൻ സാധിക്കുന്നില്ല. നമ്മുടെ സഹോദരിയല്ലേ, ഇവർക്കല്ലേ ഇത്രയും പ്രശ്നങ്ങളൊക്കെ കടന്നു വരുന്നത്. ഇനി സമൂഹത്തിലേക്ക് അറിയുമ്പോൾ കുഴപ്പം ആരുടേതാണ്? ഈ പെൺകുട്ടിയുടെ കുഴപ്പം മാത്രമാണ്. അവളുടെ ഒരു അശ്രദ്ധ മൂലം മാത്രം സംഭവിച്ചതാണ് ഈ കാര്യം. മോശക്കാരി ആരായി? ഈ പെൺകുട്ടിയായി. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന, +1 പഠിക്കുന്ന, +2 പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ് അവിടെ മോശക്കാരിയാവുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അതൊക്കെ പോട്ടെ, ഇത്രയും ചെറുപ്പത്തിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകുകയാണ് എന്ന് അറിയുമ്പോൾ ആ പെൺകുട്ടിക്കുണ്ടാകുന്ന മാനസികാവസ്ഥ, ആ പെൺകുട്ടിക്കുണ്ടാകുന്ന മാനസിക പിരിമുറുക്കം, മാനസിക വൈകല്യം, ഇതൊക്കെ നമ്മൾ അറിയണ്ടേ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. എത്രയെത്ര ന്യൂസുകൾ നമ്മൾ അറിയാത്തതുണ്ട്. അറിയുന്ന ന്യൂസുകളാണത്, അല്ലേ? അറിയുന്ന വാർത്തകളാണത്. അറിയാത്ത എത്രയെത്ര വാർത്തകൾ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളോട് എന്ന് പറയുമ്പോൾ പെൺകുട്ടികളോടാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ന് എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ പെൺകുട്ടികളും, ഒരു പെൺകുട്ടി മാത്രമല്ല, എല്ലാ പെൺകുട്ടികളും, നിങ്ങൾക്കറിയാവുന്ന നിങ്ങളുടെ സഹോദരി, നിങ്ങളുടെ കൂട്ടുകാരികൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം എന്താണെന്നറിയോ? ഇത്തരം ന്യൂസുകൾ കാണുമ്പോൾ കേൾക്കുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിലേക്ക് വിങ്ങി നീറുന്ന, നീറ്റലോട് നടക്കുന്ന എന്നെപ്പോലത്തെ ചെറുപ്പക്കാരായിട്ടുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയെങ്കിലും ഇത്തരം ന്യൂസുകൾ കേൾക്കാതിരിക്കട്ടെ എന്ന് എന്താ പറയുക, മനസ്സിൽ പ്രാർത്ഥനയോടുകൂടി നടക്കുന്ന എത്രയോ ചെറുപ്പക്കാർ നമുക്കിടയിലുണ്ട്. അതൊരു അച്ഛനായിരിക്കാം, അല്ലെങ്കിൽ അമ്മയുടെ രൂപത്തിലായിരിക്കാം, അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എത്രയെത്ര ചെറുപ്പക്കാർ ഇത്തരം ചിന്തകളുമായി നടക്കുന്നുണ്ട്. ഇത്തരം ന്യൂസുകൾ കേൾക്കരുത്, ഇനി കാണരുത് എന്ന് ചിന്തിക്കുന്ന അനേകം ചെറുപ്പക്കാരുണ്ട്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം എൻ്റെ സഹോദരിമാർ. നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിച്ചോട്ടെ, 7ാം ക്ലാസ്സിൽ പഠിക്കുന്നവരായിക്കോട്ടെ, 9ാം ക്ലാസ്സിൽ പഠിക്കുന്നവരായിക്കോട്ടെ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവരായിക്കോട്ടെ, +1, +2 ഡിഗ്രി ഏത് തലത്തിൽ പഠിക്കുന്നവരായിക്കോട്ടെ, നിങ്ങൾ പഠിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി പഠിക്കാൻ പോകുക. നിങ്ങൾ സ്കൂളിലേക്ക് പോകുകയാണെങ്കിൽ സ്കൂളിൽ നിങ്ങൾ എത്തിപ്പെടുകയും സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ വീട്ടിൽ എത്തിപ്പെടുകയും ചെയ്യുക. ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്നൊരു സംഭവമുണ്ട്. പാർക്കിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് പയ്യന്മാരും ഒരുപാട് പെൺകുട്ടികളും ഒരുമിച്ച് വന്ന് ചേരാറുണ്ട്. ഒരുമിച്ച് വരുമ്പോൾ ആ ഒരു കൂട്ടം കൂടി വരുന്ന സമയത്ത് കുറച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് കുറച്ച് ഏതാനും പെൺകുട്ടികളും ഏതാനും ആൺകുട്ടികളും വേറെ തിരിഞ്ഞു പോകുന്നൊരു സംഭവം കാണാറുണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അതായത് കൂട്ടം കൂടി പാർക്കിലേക്ക് വരുന്നു. പാർക്കിലേക്ക് കൂട്ടം കൂടി വന്നു കഴിഞ്ഞാൽ പാർക്കിൽ നിന്നും ഇവർ വ്യതിചലിച്ചു പോകുകയാണ്. അതായത്
ഒരു പെൺകുട്ടിയുടെ കൂടെ ഒരു പയ്യൻ, ഒരു പയ്യൻ്റെ കൂടെ ഒരു പെൺകുട്ടി, അങ്ങനെ അവർ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും വ്യതിചലിച്ചു പോവുകയാണ്. എന്നിട്ട് അവർ എങ്ങോട്ടേക്കോ പോയി പല കാര്യങ്ങളും സംസാരിക്കുന്നു. പിന്നെ എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നൊന്നും അറിയില്ല. പിന്നെ ഇവർ പോകാൻ നേരം, അല്ലേ, പോകാൻ നേരമാണ് ഇവരെല്ലാവരും വീണ്ടും കൂടിച്ചേരുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. പെൺകുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ അബദ്ധവശാൽ നിങ്ങൾ ഇത്തരം പയ്യന്മാരുമായി നിങ്ങൾ ശാരീരികമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പ്രശ്നം നിങ്ങൾക്ക് മാത്രമാണ് സംഭവിക്കുന്നത്. നിങ്ങളാണ് ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇതുമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ മാത്രമാണ് തരണം ചെയ്യുന്നത്. ആ ഒരു കാരണക്കാരനായ പയ്യൻ എന്തെങ്കിലും കാരണം പറഞ്ഞ് ഒഴിഞ്ഞു മാറും. അനുഭവിച്ചവർക്കറിയാം, ഒഴിഞ്ഞു മാറും. പിന്നെ എല്ലാം നേരിടേണ്ടത് ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതകാലം മൊത്തം, അല്ലേ, എത്രത്തോളമാണോ നിങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ആ കാലം മുതൽ, അല്ലേ, അത്രയും കാലം നിങ്ങൾ ഈ ഒരു സങ്കടവുമായി പേറി നടക്കേണ്ടി വരും. ഈ ഒരു പ്രശ്നങ്ങളുമായി നിങ്ങൾ പേറി നടക്കേണ്ടി വരും. ഇത്രയും ചെറുപ്പത്തിൽ ഇത്രയും വലിയ ഒരു ക്രൂരത നിങ്ങൾ നിങ്ങളോട് ചെയ്യരുത്. അതുകൊണ്ട് പാർക്കിലൊക്കെ പോകാം. പാർക്കിൽ പോകുമ്പോൾ രക്ഷിതാക്കളോട് പറയണം, ഞങ്ങൾ ഇന്ന് ഞങ്ങൾ എന്താ പറയുക, ഈ കൂട്ടുകാരൻ്റെ കൂടെ അല്ലെങ്കിൽ ഈ കൂട്ടുകാരിയുടെ കൂടെ ഞങ്ങൾ പാർക്കിലേക്ക് പോകട്ടെ എന്ന് പെർമിഷൻ ചോദിക്കണം. പല രക്ഷിതാക്കളും സമ്മതിക്കില്ല. കാരണം എന്താണെന്നറിയോ? നിങ്ങൾ പാർക്കിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ആ പാർക്കിൽ നിന്നും പലപ്പോഴും നിങ്ങളെ മിസ്യൂസ് ചെയ്യാൻ, നിങ്ങളെ ഉപയോഗിക്കാൻ, നിങ്ങളെ എന്താ പറയുക, മറ്റൊരു രീതിയിൽ ആദ്യം നിങ്ങളെ കൂടെ കൂട്ടുമ്പോൾ സഹോദരിയായിരിക്കും, അല്ലേ, കൂട്ടുകാരിയായിരിക്കും, സഹോദരിയായിരിക്കും. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അതിരുവിട്ട് നിങ്ങളെ ഉപയോഗിക്കുമ്പോൾ പ്രശ്നം അനുഭവിക്കുന്നത് നിങ്ങൾ മാത്രമാണ്. എല്ലാ പെൺകുട്ടികൾക്കും ഇത് അനുഭവം ഉണ്ടായിരിക്കില്ല. പക്ഷേ ഒരു പെൺകുട്ടിക്കും ഇനി ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ വന്നു ചേരരുത്. എന്നെപ്പോലത്തെ ചെറുപ്പക്കാർ ഇത്തരത്തിലുള്ള ന്യൂസുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന ഒറ്റ കാരണത്താലാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇത്തരം ഒരു സബ്ജക്റ്റ് ഞാൻ പറയുന്നത്, ഇത്തരം ഒരു വിഷയം ഞാൻ എടുത്തു കൊണ്ടുവരാൻ കാരണം. അതുകൊണ്ട് പാർക്കിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ കൂടെ വരുന്ന പയ്യന്മാർ ഇത്ര നല്ല പുണ്യാളന്മാരൊന്നും ആയിരിക്കില്ല. അവർ ഏത് മയക്കുമരുന്നാണോ ഉപയോഗിക്കുന്നത്, അവർ ആരോടാണോ ചങ്ങാത്തം കൂടുന്നത്, അവർ അവരുടെ മൊബൈൽ ഫോണിൽ ഏത് തരത്തിലുള്ള വീഡിയോസാണോ കാണുന്നത്, അവർ എത്തരത്തിലുള്ള ആളുകളോടാണോ പെരുമാറുന്നത്, കൂടിച്ചേരുന്നതൊന്നും പെൺകുട്ടികളെ നിങ്ങൾക്കറിയില്ല. നിങ്ങൾ ചതിക്കപ്പെടുമ്പോൾ പിന്നെ നിങ്ങൾ കരഞ്ഞിട്ടോ സങ്കടപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ജീവിതം നശിച്ചു പോയി എന്ന് ചിന്തിച്ചിട്ടോ കാര്യമില്ല. ജീവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല തിരിച്ചറിവ് വരണം. നിങ്ങൾക്കൊരു പ്രശ്നം സംഭവിക്കുമ്പോൾ പിന്നെ നിങ്ങളുടെ കൂടെ ആരാണ് ഉണ്ടായിരിക്കുന്നത്? നിങ്ങളുടെ രക്ഷിതാക്കൾ മാത്രമാണ് ഉണ്ടായിരിക്കുക. വേറെ നിങ്ങളുടെ കാമുകനോ അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക പാർക്കിലേക്ക് ക്ഷണിച്ചവനോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരന്മാരോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരികളോ ആരും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കില്ല. പിന്നെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുന്നത് നിങ്ങളുടെ രക്ഷിതാക്കളാണ്. ആ രക്ഷിതാക്കൾ കണ്ണീരോട് കൂടിയാണ് പിന്നീടുള്ള അവരുടെ ജീവിതകാലം കഴിഞ്ഞു പോകുന്നത്. പെൺകുട്ടിയെ, നീയും കണ്ണീരിലാകും, നിന്റെ രക്ഷിതാക്കളും കണ്ണീരിലാകും. അതുകൊണ്ട് ഇത്തരം പ്രവണതകൾക്ക് അവസരം നിങ്ങൾ നൽകരുത്. ഏതൊരു പെൺകുട്ടിക്കും ഇത്തരം ഒരു അബദ്ധം പറ്റിയേക്കാം. അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ ഏതൊരാളും നിങ്ങൾ കണ്ണുകൊണ്ട് നേരിൽ കാണാത്ത, നിങ്ങൾക്ക് വിശ്വാസമില്ലാത്ത ഒരു എന്താ പറയുക മിഠായിയോ അല്ലെങ്കിൽ എന്തെങ്കിലും യാതൊരു വിധത്തിലോ നിങ്ങൾ മറ്റൊരാളിൽ നിന്ന് നിങ്ങൾ വാങ്ങിച്ച് കഴിക്കരുത്. ഒരു പക്ഷേ നിങ്ങൾ വാങ്ങിച്ച് കഴിക്കുന്നതിൽ മയക്കുമരുന്നുണ്ടായേക്കാം. നിങ്ങളെ അബോധാവസ്ഥയിലാക്കി നിങ്ങളുടെ മനസ്സിൻ്റെ കൺട്രോൾ തകർത്താനുള്ള, നിങ്ങളുടെ മനസ്സിൻ്റെ താളം തെറ്റിക്കാനുള്ള, നിങ്ങളുടെ എന്താ പറയുക മറ്റൊരു രീതിയിലേക്ക് എത്തിക്കാനുള്ള ചില മയക്കുമരുന്നുകളായിരിക്കും ഒരു പക്ഷേ നിങ്ങൾക്ക് നൽകുന്നത്. ആ നൽകുന്നതിൽ നിന്ന് നിങ്ങളുടെ ജീവിതം തന്നെ നശിപ്പിക്കാനുള്ള ഒരു ശക്തി ആ മയക്കുമരുന്നിനുണ്ടായേക്കാം. അതുകൊണ്ട് നിങ്ങൾ അബദ്ധവശാൽ നിങ്ങൾ പാർക്കിലേക്ക് കൂട്ടം കൂടി പോകുമ്പോൾ പോയിക്കോളൂ, എൻജോയ്മെൻറ്റ് ചെയ്തോളൂ. പക്ഷേ നിങ്ങളെ സൂക്ഷിക്കാനുള്ള ശക്തി, നിങ്ങളെ സൂക്ഷിക്കാനുള്ള ശക്തി, നിങ്ങളെ സൂക്ഷിക്കാൻ
നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ, നിങ്ങൾ യാതൊരു വിധത്തിലും എന്ത് വന്നു കഴിഞ്ഞാൽ ഒരു അബദ്ധവശാൽ തെറ്റിലേക്ക് പോകില്ല എന്ന പൂർണ്ണ വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ പൊയ്ക്കോളൂ. അല്ലാത്ത പക്ഷം നിങ്ങൾ പോയി കഴിഞ്ഞാൽ സങ്കടമാണ് പേറി നടക്കേണ്ടി വരിക പിന്നീടുള്ള കാലം. അത് കാരണം എന്നെപ്പോലത്തെ സഹോദരന്മാർ അല്ലേ, എന്നെപ്പോലത്തെ ചെറുപ്പക്കാരും ഒരുപാട് പേർ എത്രയോ പേർ ഇത്തരം വിഷയങ്ങൾ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ഇതെന്താ നമ്മുടെ നാട്ടിൽ ഇത്രയും അല്ലേ, ഒരു 10ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിൽ 9ാം ക്ലാസ്സിൽ 11 അല്ലേ, +1 +2 പഠിക്കുന്ന പെൺകുട്ടികൾക്ക് എത്രത്തോളം മെച്യൂരിറ്റി ഉണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. ചെറിയ പ്രായമാണ്, ജീവിതത്തെക്കുറിച്ച് അറിയില്ല, എന്താണ് ജീവിതത്തെ പറ്റി ഒന്നും അറിയില്ല. പക്ഷേ പലപ്പോഴും അവരുടെ പെരുമാറ്റം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവർക്ക് ജീവിതത്തെപ്പറ്റി എല്ലാം അറിയാമെന്ന് വിചാരിക്കും. പക്ഷെ അവർക്കൊന്നും അറിയില്ല. ജീവിതത്തെപ്പറ്റി അറിയണമെങ്കിൽ ജീവിച്ചു തുടങ്ങണം, എന്നാലേ ജീവിതത്തെപ്പറ്റി നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തെറ്റുകളിലേക്ക് നിങ്ങൾ സഞ്ചരിക്കാതെ ശരികൾ മാത്രം തിരഞ്ഞെടുത്ത് ശരിയായ ആളുകളെ മാത്രം സെലക്ട് ചെയ്ത് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് സഞ്ചരിക്കുകയാണെങ്കിൽ എൻ്റെ സഹോദരിമാർക്ക് ഇന്നല്ലെങ്കിൽ നാളെ, ഇന്നും നാളെയും അടുത്ത വർഷങ്ങളും വരും ദിവസങ്ങളും സങ്കടങ്ങൾ പേറി നടക്കേണ്ടി വരില്ല. നിങ്ങൾ സന്തോഷത്തോടു കൂടി ജീവിക്കാനും നിങ്ങളുടെ സന്തോഷമാണ് എന്നെപ്പോലത്തെ ചെറുപ്പക്കാർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഈ വീഡിയോ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾക്ക് ഒരു ഉപകാരപ്രദമാകും എന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഷെയർ ചെയ്യുക. അല്ലാത്ത പക്ഷം നിങ്ങൾ ഷെയർ ചെയ്യണമെന്നില്ല. കാരണം എനിക്ക് വലുത് നിങ്ങളുടെ ജീവിതമാണ്, നിങ്ങളുടെ വെറും ജീവിതമല്ല, നിങ്ങൾ വിജയിക്കുന്ന ജീവിതമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത്തരത്തിലുള്ള ജീവിതം എല്ലാ സഹോദരന്മാർക്കും ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ, പുതിയ എപ്പിസോഡുമായിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ.